Hi all friends, welcome to MTM Political Talk. ഇന്ന് സംസ്ഥയുടെ നവവാർഷികം സമ്മേളനം കാസർഗോഡ് നടക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം സമസ്ത പാസാക്കി. മലപ്പുറം ജില്ലയുടെ വിഭജനം സാധ്യമാക്കണം എന്നതാണ് പ്രമേയം. തീർച്ചയായും നല്ല ഒരു കാര്യം തന്നെയാണ്. വളരെ നാളായി ഒരുവിധ സംഘടനകളൊക്കെ ഉന്നയിക്കുന്ന ഒരു വിഷയവുമാണിത്. ഇതിപ്പോ മലപ്പുറം ജില്ലയെ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. തീർച്ചയായും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 45 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നാണ് സമസ്തയുടെ 100ാം വാർഷികത്തിൽ ഒരു പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുക. തീർച്ചയായും നല്ലൊരു പ്രമേയമാണത്. ഇത് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുക്കാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത് ശാസ്ത്രീയമായ രീതിയിൽ അത് വ്യക്തമായ പഠനങ്ങളൊക്കെ നടത്തി ജനസംഖ്യയുടെയും ഭരണ നിർവഹണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അർത്ഥമാക്കി അത് ജില്ലകളെ കൂടുതൽ ബാധിക്കണം എന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഒരു ജില്ലയെ മാത്രം ഒതുക്കാതെ മലപ്പുറം ജില്ല സംബന്ധിച്ചിടത്തോളം 45 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട് എന്നാണ് കണക്ക്. മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുക്കാതെ ഇതുപോലത്തെ തന്നെ മറ്റുള്ള ജനസംഖ്യ കൂടിയ ജില്ലകളും ഭൂപ്രകൃതി അനുസരിച്ച് ഉള്ള മാറ്റങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ ഒരു പഠനത്തിലൂടെ കേരളത്തിലെ ജില്ലകളെ മൊത്തത്തിലൊന്ന് ഭാഗിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണല്ലോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്കനുസരിച്ച് ഭരണ സംവിധാനത്തിലും എളുപ്പം ജനങ്ങളിലേക്ക് ഭരണ സംവിധാനങ്ങൾ എത്തുന്നതിന് വേണ്ടി ജില്ലകളുടെ രൂപീകരണം അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശാസ്ത്രീയമായ പഠനം നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ കൂടുതൽ വിഭജിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഭരണ നിർവഹണത്തിലെ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഒക്കെ ഇതിന്റെ ഗുണം ചെയ്യും. ഈ ജില്ലകൾ ബാധിക്കുന്നതിലൂടെ വലിയ ജില്ലകൾ വിഭജിക്കണം എന്നത് തന്നെയാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 39 പാർലമെന്റ് മണ്ഡലങ്ങളാണ്. അവിടെയുള്ളത് 38 ജില്ലകളാണ്. അത് ഭരണനിർവഹണത്തിലെ ഒരു സൗകര്യാർത്ഥമാണ്. കാരണം ജില്ല വർദ്ധിക്കും തോറും അതനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു ജില്ല കൂടുമ്പോൾ ആ ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സൗകര്യങ്ങളും വർദ്ധിക്കുകയാണ്. കളക്ടറേറ്റ് മുതൽ ഇങ്ങോട്ട് എല്ലാം ജില്ലയിൽ വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ ഭരണനിർവഹണത്തിലേക്ക് അടുക്കും. ഇത് തന്നെയാണ് ജില്ലകൾ വിഭജിക്കണം. ജനസംഖ്യക്കനുസരിച്ച് ഭൂപ്രകൃതിക്കനുസരിച്ച് ജില്ലകൾ വിഭജിക്കേണ്ടതുണ്ട്. അതിന്റെ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് പല സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥയുടെ 100ാം വാർഷികത്തിലും അവരും ഒരു പ്രമേയം പാസാക്കിയിരുന്നത്. തീർച്ചയായും ഇതൊരു ന്യായമായ അവകാശമാണ്, ആവശ്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഉണർത്താനുള്ളത്. പുതിയ ജില്ലകൾ വരുന്നതോടെ ആശുപത്രികൾ, സിവിൽ സ്റ്റേഷൻ, രാഷ്ട്രീയ ഒക്കെ സിവിൽ സ്റ്റേഷനൊക്കെ കൂടുതൽ വരികയാണ്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം സാധ്യമാക്കണം എന്ന് തന്നെയാണ് നമുക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ അത് ആര് ഭരണത്തിൽ വന്നാൽ ഇപ്പൊ ഇനി 2 മാസത്തിലെടുക്ക ഒരു ജില്ല വിഭജിക്കണമെന്നും സാധ്യമല്ല. എങ്കിലും അടുത്ത് വരുന്ന മന്ത്രിസഭയെങ്കിലും ഇത് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉണർത്താനുള്ളത്. കേരളത്തില് അനുദിനം വർദ്ധിച്ചു വരുന്ന, കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും എങ്കിലും കേരളത്തിലും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ഭരണ നിർവഹണത്തിൽ സൗകര്യാർത്ഥം ജില്ലകൾ കൂടുന്നത് നല്ലത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലായത്. അതിനനുസരിച്ച് ജില്ലകൾ കൂടുമ്പോൾ അതിനനുസരിച്ച് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുമല്ലോ. ആ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ സംസ്ഥയുടെ പ്രമേയത്തിലും പറയുന്നത്. മറ്റുള്ള ഒരുപാട് സംഘടനകളും ഇതേ വിഷയം തന്നെ കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരൂർ ആസ്ഥാനമായി ഒരു ജില്ല
മലപ്പുറം ആസ്ഥാനമായി മറ്റൊരു ജില്ല അല്ലെങ്കിൽ മഞ്ചേരി, എങ്ങനെ ഒക്കെ പല അഭിപ്രായങ്ങൾ പലരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് നിയോഗിക്കുന്ന സംഘം ശാസ്ത്രീയമായി പഠനം നടത്തി വേണം ഇതിന്റെ ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ എന്നത് തന്നെയാണ് ഇവിടെ ഉണർത്താനുള്ളത്. അത് തിരൂർ ആസ്ഥാനമായി ഒരു ജില്ല വേണം, മഞ്ചേരി ആസ്ഥാനമായി മറ്റൊരു ജില്ല വേണം എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അതല്ല നമ്മുടെ വിഷയം. ശാസ്ത്രീയമായി പഠനം നടത്തി മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ഒക്കെ ഏകോപിപ്പിച്ച് ഒരു പഠനം നടത്തി ഇതിൽ 1-2 ജില്ലകൾ മൊത്തത്തിൽ കൂടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാറുള്ളത്. അല്ലാതെ ഒരു ജില്ല മാത്രം വാങ്ങിക്കണമെന്ന് ഉള്ള അഭിപ്രായമല്ല. കേരളത്തിലെ മൊത്തം പഠനം നടത്തി ശാസ്ത്രീയമായ പഠനത്തിലൂടെ ഉള്ള ഒരു വിഭജിക്കലാണ് ആവശ്യം. അങ്ങനെ ഒരു വിഭജനമാകുമ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് അതിന്റെ സൗകര്യങ്ങൾ എത്തണമെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ വിഭജിക്കേണ്ടതുണ്ട്. അത് പഠനങ്ങൾ നടത്തി, മുൻകൂട്ടി പഠനങ്ങളൊക്കെ നടത്തി വേണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുവാൻ. അത് അത്യാവശ്യവുമായി ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ല വിഭജനം അത്യാവശ്യ ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ജനസാന്ദ്രത കൂടി വരികയാണല്ലോ. ഈ കൂടി വരുന്ന അവസരത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ സൗകര്യങ്ങൾ ലഭ്യമാകാമെങ്കിൽ കൂടുതൽ എത്രയും പെട്ടെന്ന് അധികാരികളുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ അധികാരികളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ജില്ലകളുടെ വിഭജനം തീർച്ചയായും നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായും സംസ്ഥാനം ഉന്നയിച്ച ആവശ്യം വളരെ ന്യായമാണ്. അത് നല്ല ഒരു പ്രമേയമാണ്, നല്ലൊരു വിഷയമാണ്. തീർച്ചയായും മറ്റുള്ള സംഘടനകളും ഇതേ ആവശ്യം തന്നെ കുറെ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സംസ്ഥയുടെ ഔദ്യോഗിക പ്രമേയമാണ്. തീർച്ചയായും ഇതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇത് അധികാരികൾ ഇതിന്റെ കാര്യമായി ഇതിനെ പരിഗണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും കേരളത്തിലൊരു വിഭജനം, ജില്ലാ വിഭജനം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതിന്റെ കേരളത്തിലെ ജനസാന്ദ്രതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തി ജില്ലകളെ വിഭജിക്കേണ്ടതുണ്ട്, ജില്ലകൾ കൂടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഉണർത്താനുള്ളത്. തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.